വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഞാൻ ഇങ്ങനെ ഡെയിലി വീഡിയോസൊക്കെ ഡെയിലി വ്ളോഗ്സൊക്കെ ഒന്നും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം ഇന്ന് ഞാനിവിടെ വെറുതെ കുത്തിരുന്ന വീഡിയോ കാണുമായിരുന്നു യൂട്യൂബിൽ. അപ്പോഴത്തേക്കും ഒരു ചേച്ചി വന്ന് ബെല്ലടിച്ചു. അപ്പോൾ തുറന്നപ്പോഴത്തേക്കും ആ ചേച്ചി ഒരു സഞ്ചിയിൽ പപ്പടം പിന്നെന്താണ് അങ്ങനത്തെ കുറച്ച് തിന്നണ സാധനങ്ങളാണ് കയ്യിൽ. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ വീട്ടിൽ വരാറുണ്ടോ? ഞാനിപ്പോഴേ ഇതിങ്ങനെ കാണാം. പരിപ്പുവടയൊക്കെ അപ്പോൾ കുഞ്ഞി പരിപ്പുവടയൊക്കെ കാണിച്ചത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. പരിപ്പുവട, ഉണ്ണിയപ്പം, പിന്നെ പപ്പടം. അപ്പം നമ്മൾ ഉണ്ണിയപ്പവും കണ്ടോ, കുഞ്ഞുണ്ണിയപ്പം, ഉണ്ണിയപ്പം, ഉണ്ണിയപ്പം പരിപ്പുവടയും മേടിച്ചിട്ടോ. അത് ക്യൂട്ടായിട്ടുള്ള കുഞ്ഞി പരിപ്പുവട. അപ്പോൾ നമുക്ക് തിന്നിട്ട് നോക്കാം. ഇത് പൊട്ടിച്ചിട്ടുണ്ട്, ഞാൻ രണ്ടെണ്ണം തിന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് അവരിപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ പറഞ്ഞത്. നല്ല വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് പരിപ്പുവടയാണ്. 50 രൂപയായിട്ട് ഈ കുഞ്ഞി പരിപ്പുവട. എത്ര പരിപ്പുവട ഉണ്ട്? രണ്ടെണ്ണം ഞാൻ തിന്നു. 9 പരിപ്പുവട, 9 10 വേറെ ആരും തിന്നാന്നില്ല. അപ്പോൾ നമുക്കിത് ഇത് നോക്കിക്കോട്ടോ. നല്ല ക്രിസ്പി ASMR. വലിയ പരിപ്പുവടേക്കാൾ നല്ലത് കുഞ്ഞി പരിപ്പുവട. നല്ല ടേസ്റ്റ് കേട്ടോ. ഇതുണ്ടാക്കിയിട്ട് കവറിലിട്ട് ഇത്ര നേരിട്ടും തണുത്തിട്ടില്ല. തണുത്ത പരിപ്പുവട കഴിക്കാൻ ഭയങ്കര നല്ല റബ്ബർ ഒഴിക്കും, കടിച്ച് പറിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് കുഞ്ഞിതായതുകൊണ്ട് ഇച്ചിരി നല്ലോണം ക്രിസ്പി ആകുമല്ലോ. പിന്നെ ഉണ്ണിയപ്പം മേടിച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പം ഞാൻ തിന്നണില്ല. ഓക്കെ, അപ്പം ഇനി അടുത്ത ക്ലിപ്പിങ്സ് ആണ്. ഇനി ഞാൻ എപ്പോഴും അമ്പലത്തിൽ പോകണം എപ്പോഴും വിചാരിക്കും. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ നട അടച്ചിട്ടേച്ചു. എനിക്ക് മാത്രം തോന്നിയപ്പോൾ ദൈവത്തിന് കൂടെ തോന്നണം എന്നെ കാണണം എന്ന്. അങ്ങനെയാണെങ്കിലേ അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് വൈകുന്നേരം. രാവിലെ എന്തായാലും എണീറ്റ് പോക്ക് നടക്കില്ല. അപ്പോൾ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഒരു ബ്ലൗസ് പോലത്തെ സാധനം കാണിച്ചു തരാം കേട്ടോ. ഗെറ്റ് റെഡി വിത്ത് മീ വൈകുന്നേരം ചെയ്യാം. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകണം, അതാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ ഇല്ലയോ, ഞാൻ കിടന്ന് ഉറങ്ങുമോ മടി പിടിച്ച് ഇതൊക്കെ കാണാം. അത് അലക്കാനിട്ടിട്ടുണ്ട്, അത് ഉണങ്ങണം, അല്ലെങ്കിൽ പ്ലാൻ മാറ്റേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഈവനിങ് കാണാം കേട്ടോ. അമ്പലത്തിൽ പോകുമ്പോൾ കാണാം. ഹലോ ഗൈസ്, ഇപ്പോഴത്തെ ഞാൻ ഉറങ്ങി എണീറ്റാട്ടോ. ഇപ്പോൾ 5 മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഉറങ്ങി എണീറ്റാണ്. ഇനി നമുക്ക് കുളിക്കണം. ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പ്. ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോഴായിരിക്കും കൃത്യമായിട്ട് മഴ പെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് റെഡിയാവാൻ പോവാണ്, കുളിക്കാൻ പോവാണ്. വെള്ളം വെച്ചിട്ടുണ്ട്. ഞാനൊരു സാരി സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ അത് തന്നെ വിചാരിച്ചു. അപ്പോൾ നമുക്ക് സാരി തപ്പിയില്ല. ഒരു റെഡ് സാരി ഉടുക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ. റെഡ് സാരി ഉണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതെടുക്കും. ഡാർക്ക് ബ്ലൂ. അപ്പോൾ ബ്ലൗസൊക്കെ ഉണങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബ്ലൗസ് ഉണങ്ങിയാന്നൊക്കെ നോക്കാം. ഞാൻ റെഡി ആകുമ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ. സമയമില്ല, ഇച്ചിരി വൈകിപ്പോയി. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് റെഡി ആകുമ്പോൾ കാണാം കേട്ടോ. ബൈ. എണ്ണയൊക്കെ ഇട്ടൊന്ന് കുളിക്കണം. എണ്ണയിട്ട് കുളിച്ചിട്ട് കുറേ നാളായതുകൊണ്ട് എൻ്റെ മുടിയൊക്കെ കണ്ടോ ഭയങ്കര ഇതായിട്ടിരിക്കണേ. ഡാൻഡ്രഫ് ഉണ്ട് കേട്ടോ നല്ല. അത് ഡ്രൈ ആയിട്ടിരിക്കണോ, സ്കാൽപ്പ് ഡ്രൈ ആയിട്ടിരിക്കണോണ്ടായിരിക്കും ഡാൻഡ്രഫ് വരുന്നത്. പക്ഷേ പലതരത്തിലുള്ള ഡാൻഡ്രഫ് ഉണ്ട് കേട്ടോ. ഓയിലി ഡാൻഡ്രഫ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഡാൻഡ്രഫ് ഉണ്ട്. എൻ്റെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കണോണ്ട് ഇവിടെ ഇങ്ങനെ ആദ്യമപ്പോൾ കാണാൻ പറ്റും, ഇങ്ങനെ പൊന്തി ഡാൻഡ്രഫ് വന്നത്. സോ ഒന്ന് എണ്ണയിട്ട് നല്ലോണം കുളിക്കണം. മുടി കണ്ടോ ആകെ ചകിരി പോലെ ആയി. അപ്പോൾ നമുക്ക് എണ്ണയിട്ട് കുളിച്ചിട്ട് റെഡി ആവാം. ഞാനൊരു സാരി തപ്പിയെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. പിന്നെ ഞാൻ നമ്മുടെ ഡ്രോയറിൽ ഇടാൻ പറ്റിയ വല്ല കമ്മല എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നൊന്ന് തപ്പി തിരഞ്ഞെടുക്കട്ടെ. ഇതിലൊരു ബ്ലൂ കളർ കമ്മലുണ്ട്, അത് ഞാൻ ഇടാറേ ഇട്ടിട്ടേ ഇല്ല. ഞാൻ ഇങ്ങനെയൊക്കെ മേടിച്ച് വെക്കും, പക്ഷേ ഇടാറില്ല.
അപ്പോൾ അതൊന്ന് നോക്കട്ടെ. അത് ഡാർക്ക് ബ്ലൂ, അതെനിക്ക് ഇടുന്നുണ്ട്. അത് ഇച്ചിരി വലുതാണ്. അപ്പോൾ ഡാർക്ക് ബ്ലൂ സാരിയാണ് എടുക്കണമെങ്കിൽ അതിടാം, അല്ലെങ്കിൽ റെഡിൻ്റെ കൂടെ ഇടാൻ കമ്മലൊന്നുമില്ല. അപ്പോൾ അതൊന്ന് നോക്കിയെടുക്കുക, ഇതിൽ എന്തുള്ളത് നോക്കാം. സോ അപ്പോൾ നമുക്ക് കമ്മലും എന്തെങ്കിലുമൊക്കെ തപ്പി പിടിച്ചെടുത്തിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ടോ, അപ്പോൾ ആരും കുളിച്ചിട്ട് ഇനി കാണാം. ബൈ. ഓക്കെ ഗായ്സ്, ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. മുടിയുണ്ടോ, ഇപ്പോൾ കുളിച്ചിറങ്ങിയല്ലോ കേട്ടോ. ഡ്രസ്സൊന്നും മൈൻഡാക്കണ്ട, ഇത് നൈറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി റെഡിയാകാം. ഇത്ര നേരം മഴ പെയ്തില്ല, അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇറങ്ങുന്ന നേരത്ത് മഴ പെയ്യുന്നു. ഇതിപ്പോൾ അതേ നല്ല മഴ പെയ്തു. അപ്പോൾ നമുക്ക് റെഡിയാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ അതിൻ്റെ 2 സാരി തപ്പിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു റെഡും ഒരു പർപ്പിളും. ഇതിൽ ഏതാണ് ഭംഗി, അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹലോ ഗൈസ്, ഞാൻ 2 സാരി തപ്പിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു മെറൂണും ഒരു പർപ്പിളും. ഇതിലേതാണ് ഭംഗി, ഏതാണ് എൻ്റെ മുഖത്ത് ചേരുന്നത്? അപ്പോൾ ഒന്ന് വെച്ച് നോക്കിയിട്ട് നോക്കാം. ഇന്ന് സാരി ഞാൻ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു, യൂട്യൂബ് വീഡിയോ നോക്കിയിട്ട്. അപ്പോൾ ഞാൻ 2 സാരി, അപ്പോൾ ഗൈസ് ഞാൻ 2 സാരി തപ്പിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു മെറൂണും ഒരു പർപ്പിളും. അപ്പോൾ ഇതിലേതാണ് എനിക്ക് ചേരുന്നതെന്ന് നോക്കൂ. പർപ്പിളാണോ മെറൂണാണോ? അപ്പോൾ ഇതിട്ടിട്ട് നോക്കാം. പിന്നെ ഞാൻ തന്നെ ഇന്ന് സാരി കൊടുക്കാമെന്ന് വിചാരിച്ചു, യൂട്യൂബ് വീഡിയോസ് നോക്കി. അപ്പോൾ ഇപ്പോൾ ഒരു 1 മണിക്കൂർ വേണ്ടി വരും സാരി കൊടുക്കാൻ. അപ്പോൾ ആ അമ്പലം അടക്കുമെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ദൈവം വിചാരിക്കും ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അമ്പലത്തിൽ പോണേന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് റെഡിയാക്കാം. ഇത് എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ഈ പർപ്പിൾ സാരി. അപ്പോൾ ഇതാണ് എടുത്തേക്കുന്നത്. ഇത് നല്ല ഭംഗിയില്ലേ, ഫുള്ളായിട്ട് പിന്നെ കാണിച്ചിട്ടോ. അപ്പോൾ ഇത് ഉടുക്കാൻ നിന്നിട്ട് ഒരു യുദ്ധം കഴിഞ്ഞുള്ളു എന്തൊക്കെയോ ആക്കിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കുറേ പിന്നുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. സാരി ഉടുക്കുന്നവർക്ക് പിന്നുണ്ടെങ്കിൽ രക്ഷപ്പെടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലിപ്പ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നോർമൽ പൗഡർ ആണ് കേട്ടോ. സാധാരണ പൗഡർ, പോൺസിൻ്റെ പൗഡറാണ് കേട്ടോ. ഇത് കുറച്ച് അപ്ലൈ ചെയ്യാം. ഇച്ചിരി മതി കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ച് പൗഡർ അപ്ലൈ ചെയ്യാം. സമയമില്ല കേട്ടോ, ഇപ്പോൾ ഒരു 6:30 എങ്ങാണ്ടോ 8 മണി വരെയൊക്കെ അമ്പലമുള്ളൂ. അത് നമുക്ക് വെക്കുന്ന റെഡി ആവാം കേട്ടോ. പൗഡർ ഇട്ടു നോർമലായിട്ട്, ഇവിടെ അടുത്തുള്ള അമ്പലം. അപ്പം അധികം ആർഭാടം വേണ്ട, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ ആർഭാടം വേണ്ടല്ലോ. ഓക്കെ, പോയോ? ഇനി നമുക്ക് കണ്ണെഴുതാം. കണ്ണ് താഴ്ത്തി എഴുതണോ പൊക്കത്ത് എഴുതണോ? ഒരു മിറർ എടുക്കട്ടെ. ഒരു വിങ്ഡ് ഐലൈനർ എഴുതാമല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ വിങ് എഴുതി വലുതായോ? ഓക്കെ, അപ്പോൾ ഒരു വിങ്ഡ് ഐലൈനർ എഴുതി. ഇനി നമുക്ക് പിരികൊക്കെ എഴുതാം. താഴത്ത് എഴുതണം, അമ്പലത്തിൽ പോകുമ്പോൾ താഴത്ത് എഴുതണം. പക്ഷേ എനിക്ക് താഴത്ത് എഴുതണം ഇഷ്ടമില്ല. സോ വി കീപ്പ് ഇറ്റ് ലൈക്ക് ദിസ്, സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് മെയിൻലി ഇമ്പോർട്ടൻറ്റ്, ഐബ്രോസ്. ഐബ്രോ പിന്നെയും വളർന്നു. ഞാനങ്ങനെ ത്രെഡ് ചെയ്യാറൊന്നുമില്ല, പക്ഷേ കഴിഞ്ഞ മാസം ത്രെഡ് ചെയ്ത് കോളേജിൻ്റെ അടുത്തുള്ളൊരു കടയിൽ പോയിട്ട്. എന്നിട്ട് ഇപ്പോൾ വളർന്നു. ഇനി ഞാനെപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോയി ത്രെഡ് ചെയ്യും, അതാണ് രസം. ഇപ്പം കൊണ്ട് ഇത്രയും വളർന്നു.
എനിക്ക് നല്ല തിക്ക് പിരികാണ് ഇഷ്ടം. നല്ല ചിലർക്കൊക്കെ നല്ല എഴുതിയില്ലെങ്കിൽ ഇങ്ങനെ കട്ടിക്ക് നല്ല ഡാർക്ക് പിരികല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് എഴുതി കൊടുക്കണം, അതുകൊണ്ട് ഞാൻ നല്ല ഡാർക്കായിട്ട് ഇങ്ങനെ ഇച്ചിരി ഓവറാക്കി എഴുതുള്ളൂ. ലിപ്പ് ലൈനറും ഐബ്രോസും എനിക്കിങ്ങനെ കുറേ വേണം, ഇങ്ങനെ എടുത്തിങ്ങനെ ഒബ്വിയസ് ആയിട്ട് കാണണം. അങ്ങനെയുണ്ട്. റെഡ് ലിപ്സ്റ്റിക് അടിച്ചാലോ അമ്പലത്തിൽ കൊണ്ടിട്ട്. പിന്നെ ഞാൻ ഉണ്ടല്ലോ, നമുക്കൊരു പൊട്ട് ട്രൈ ചെയ്താലോ. അപ്പോൾ നമുക്ക് പൊട്ടിലൊരു പരീക്ഷണം ചെയ്യാം. അത് ഞാൻ ഉദ്ദേശിച്ച പോലെ വരുമോയെന്നറിയില്ല. ഇറക്കണ് അങ്ങനെ കൊള്ളാല്ലേ. ഇനി വേണമെങ്കിൽ കുറച്ച് ഓവറാക്കാം, പക്ഷെ വേണ്ടത് മതി. ഇനി നമുക്ക് ലിപ്പ് ലൈനർ എഴുതി കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ, ഒരു കുട്ടീൻ്റെ ഒരു സബ്സ്ക്രൈബർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയുടെ പേര് അനവദ്യ. അപ്പോൾ അനവദ്യക്ക് ഹായ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ഹായ് അനവദ്യ, ഹായ് ഹായ്. അപ്പോൾ നമുക്ക് ലിപ്പ് ലൈനർ എഴുതാം. ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്പ് ലൈനറാണ്. അതായിരിക്കും എടുക്കാം. ഓക്കെ, റെഡ് കളർ ആയിരിക്കുമല്ലോ ഇച്ചിരി സ്യൂട്ടാവണത്. പർപ്പിൾ സാരിക്ക് ഏത് കളറാണ് സ്യൂട്ടാവുക? ഇപ്പം ഞാനൊരു ന്യൂഡ് ഷെയ്ഡ് പറ്റാം. സ്റ്റേസിൻ്റെ ലിപ്സ്റ്റിക്കാണ് അടിക്കുന്നത്. രാത്രിയാണല്ലേ, ഇതൊക്കെ മതി. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞ് കമ്മലൊക്കെ ഇടണം കേട്ടോ. കമ്മലൊക്കെ എൻ്റെ സെക്കൻഡ് സ്റ്റഡി ഇച്ചിരി ശോകമായിട്ടിരിക്കണം കേട്ടോ, നല്ലോണം. എന്നുവെച്ചാൽ കുറേ കൊല്ലമായി ഞാൻ കുത്തിയിട്ട്, അപ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നെ ഞാൻ ഡെയിലി ഇടാറില്ല. ഞാൻ ഈ ഒരു 1-2 months ഒക്കെ ആയിട്ടാണ് ഞാൻ ഡെയിലി ഇടാം. അപ്പോൾ അതുകൊണ്ടിട്ട് ഇങ്ങനെ പഴുത്തത് പോലത്തെ ഒരു വെള്ളം, പക്ഷേ പഴുത്തൊന്നുമില്ല. എത്രയോ കൊല്ലമായിട്ട് കുത്തിയതാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല, കുരു ഉള്ളതുകൊണ്ടിട്ടാണെന്നുള്ളത്. നല്ല വേദന. കാതിൽ നിന്ന് ഞാൻ കോളേജിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് തലവേദനിച്ച്, കാതിങ്ങനെ ഭയങ്കര ചൂടായിട്ട് ഇങ്ങനെ എന്തോ പോലെ ഇരിക്കണം. അപ്പോൾ ഞാൻ ഊരിയിട്ട് അന്ന് എനിക്ക് പനി പിടിച്ച്. എന്താണെന്നാവും അങ്ങനെ, എന്താണെന്ന് പറയുക, കമൻറ്റ് ഇട്ടൊരു കുരു പോലെ ഉണ്ടെന്ന് തോന്നുന്നു, അതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ പൊക്കത്തെ സ്റ്റഡ് മാത്രം ഇടാറുള്ളൂ. ഇവിടെ ഇട്ട് ഇച്ചിരി വേദന എടുക്കും, കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ വേദനിക്കും. ഏറ്റവും പൊക്കത്തേൽ ഇടണതിന് കുഴപ്പമില്ല കേട്ടോ, പൊക്കത്തേൽ ഇട്ടാൽ കുഴപ്പമില്ല. കമ്മൽ എനിക്ക് പെർപ്പിൾ കളർ കമ്മലൊന്നും ഇല്ല. ബ്ലൂ ഇട്ടാൽ പിന്നെ നല്ല വൃത്തികേടായിരിക്കും. ഇപ്പോൾ ഏത് കമ്മലിടും? നമ്മൾ അന്ന് മേടിച്ചൊരു കുഞ്ഞ് ജിംക്ക് ഓർക്കുണ്ടോ, അതിട്ടാലോ? അയ്യോ, സൺസ്ക്രീനൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, വൈകുന്നേരം പോണത് കൊണ്ടിട്ട്. പിന്നെ കാണാം. അപ്പോൾ നമ്മൾ അന്ന് കുറച്ച് മാസം മുന്നേ മേടിച്ചൊരു ബ്ലൂ കമ്മലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിടാം. ഇതാണ് ഇച്ചിരി ചെറുതായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇട്ടാൽ ഒരു പെൻ ഉണ്ടാവില്ല. ഇത് ബ്ലൂ ആണ് കേട്ടോ, പർപ്പിളൊന്നും അല്ല. എനിവേ, ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായോ? നമുക്ക് ക്ലിപ്പ് ഊരാം. കുളിച്ചുകൊണ്ടിട്ട് ഹെയർ സ്റ്റൈൽ എന്ത് വേണം? എന്തായാലും മുടി കെട്ടണം അമ്പലത്തിൽ പോകുമ്പോൾ. ഇതാണോ കുളിപ്പിന്നലാണോ പുളിപ്പിന്നലാണോ? അപ്പം ഇങ്ങനെ ഇട്ടല്ലേ, ഒരു കുഞ്ഞ് ക്ലിപ്പ് ഇട്ടിട്ട് കാണാം. ഓക്കെ, അപ്പം നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. നമുക്ക് അമ്പലത്തിൽ പോവാം.
അമ്പലത്തിലോട്ട് നടക്കുകയാണ് ഗൈസ്. ഈ വഴി മൊത്തം ഭയങ്കര പട്ടിയാണ്. പട്ടിയെങ്ങാനും ഓടിച്ചിട്ടാൽ സാരി കൊണ്ട് മതിലൊക്കെ അതൊന്നും ഓടിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിലും പറ്റില്ല. അമ്പലത്തിൽ പോയിട്ട് വന്നു ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ചൂടെടുത്തു. അപ്പോൾ ഞാൻ ഫുൾ സാരി കാണിച്ചു തരാം. എന്താ ഞാനും എടുത്തോണ്ട് നല്ല ഭംഗിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു. പക്ഷേ എങ്ങനെയുണ്ട് സാരി? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഗൈസ് എൻ്റെ മുടി എങ്ങനെയുണ്ട്? എല്ലാ പൂവും ഞാൻ കത്തിട്ടോ. നല്ല രസമുള്ള